പാചകവാതക സിലിണ്ടറുകൾക്ക് സബ്സിഡി വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ട ഒരു മെസ്സേജാണ്, ഒരു അറിയിപ്പാണ് ഇന്ന് പറയാനുള്ളത്. അതിൻ്റെ മുമ്പായി നിങ്ങൾ ഈ ബട്ടണും അമർത്തുക. അത് വളരെ നല്ല ഉപകാരമാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ അഥവാ 300 രൂപ സബ്സിഡി വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ KYC രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ഇലക്ട്രിക്കൽ KYC രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം എന്നാണ് ഇന്ന് വാർത്തകൾ. 2026 മാർച്ച് 31 മുമ്പായി നിങ്ങൾ KYC രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് അസാധുവായി പോകാനോ കിട്ടാതെ വരികനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾ ഓർത്തു വെക്കുക. KYC രജിസ്ട്രേഷൻ കഴിയാത്ത, ഇലക്ട്രിക്കൽ KYC രജിസ്ട്രേഷൻ കഴിയാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും എടുത്തിരിക്കുക. അതേപോലെ ഇതിൻ്റെ മുമ്പ് KYC രജിസ്ട്രേഷൻ എടുത്ത ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും 3000 കോടി രൂപ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആളുകൾക്കും സബ്സിഡി ഇതുവരെ കിട്ടാത്ത ആളുകളും KYC രജിസ്ട്രേഷൻ ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും. ഈ KYC രജിസ്ട്രേഷൻ ഓരോ വർഷവും ആക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് നോക്കുന്നത്. കാരണം അർഹതപ്പെട്ടവർക്ക് തന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് KYC രജിസ്ട്രേഷൻ ഓരോ വർഷവും നടപ്പിലാക്കുന്നത്. ഇതുവരെ പാചകവാതക സിലിണ്ടറുകൾക്ക് സബ്സിഡി കിട്ടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഏതെങ്കിലും അറിയിപ്പ് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇപ്പോൾ ഏറ്റവും നിർബന്ധമായത് ഈ 300 രൂപ സബ്സിഡി വാങ്ങുന്ന ആളുകൾക്കാണ് KYC രജിസ്ട്രേഷൻ 2026 മാർച്ച് 31 മുമ്പായിട്ട് നിങ്ങളോട് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പ്രധാനമായിട്ടും KYC രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ആധാർ കാർഡുമായിട്ട് ലിങ്കുള്ള മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മരിച്ചു പോയ ആളുകളൊക്കെ ലിസ്റ്റിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പേരുകളിൽ മാറ്റം വരുത്താനൊക്കെ ശ്രമിക്കുക. ഇതേപോലെ KYC രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വ്യക്തമായ ഡീറ്റെയിൽസും വ്യക്തമായ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ബുദ്ധിമുട്ട് നമുക്ക് അവിടെ നിന്ന് തരണം ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ, നല്ല നല്ല മെസ്സേജുകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്കും വേണ്ടി ഞാൻ ചെയ്തു വെക്കുന്നത്. എല്ലാ സംശയങ്ങൾക്കും എൻ്റേതായ അറിവുകൾ വെച്ചും മറ്റുള്ളവരോട് ചോദിച്ചിട്ടും ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട്. വീഡിയോ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ബട്ടണും ഒന്ന് അമർത്തിയാൽ നല്ലതായിരുന്നു.